വെളിപ്പെടുത്തൽ, അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഇതിൽ രണ്ട് കാര്യമാണുള്ളത്. ഇതൊരു സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ളൊരു ഉണ്ണി 3.5 വർഷം കൊണ്ട് ഇപ്പം നമ്മൾ കണക്ക് കൂട്ടിയത് ഏകദേശം 30 ശതമാനം കോടി രൂപേൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഈ കൊണ്ടോട്ടിയിലുള്ളത്. അത്രയും സ്വത്ത് വാങ്ങിക്കൂട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അവസ്ഥ സുജിത് ദാസിൻ്റെയും ADGP അജിത് കുമാറിൻ്റെയും P ശശിയുടെയും ഒക്കെ ഈ സമ്പാദ്യം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പം അത് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. ഇനി ഞാൻ അന്വേഷിക്കുന്ന ഡാൻസ് ഓഫാണ്. ഡാൻസ് ഓഫിൻ്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന എഴുതി കൊടുത്തിട്ടുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഇപ്പം ഞാൻ അറിയുന്നത് ഇവിടെ എയർപോർട്ടിലൊരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരുണ്ട് ഡാൻസ് ഓഫിലുണ്ടായിരുന്നത്, അനീഷാണ് അവൻ്റെ പേര്. കണ്ട നല്ല സിനിമാ നടനാണ്. അവൻ്റെ ഇപ്പോൾ 2 ക്രഷർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ട്. നാളെ മറ്റന്നാളായിട്ട് നമ്മൾ കാണിച്ചു തരാം. അത് അല്ല, അത് SIT തീരുമാനിക്കട്ടെ എന്ന്. ഒരു ഭാഗത്ത് ഈ രീതിയിൽ താങ്കൾ ഇതിന്റെ വെളിപ്പെടുത്തലും താങ്കൾ ഏത് ഉദ്യമമാണ് അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് വലിയ പ്രതിഷേധം, കൊലവിളി, വലിയ പ്രകടനം. താങ്കൾക്കൊപ്പം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ താങ്കൾക്കെതിരെ വലിയ പ്രതിഷേധമായ രംഗത്ത്. അല്ല, അത് അവരുടെ പാർട്ടിയുടെ നിർദ്ദേശമല്ലേ. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സഖാക്കളിൽ അത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ആ അർത്ഥത്തിലേ ഞാൻ കാണുന്നുള്ളൂ. അത് അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സ് ഈ പറയുന്നത് ശരിയാണ്. അതിലൊരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇന്നലെയും കൂടി സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇന്നലെ 4:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ആ ജാഥയിൽ നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നലെയും കൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്താ എന്നോട് പറഞ്ഞതെന്ന് എനിക്കറിയാലോ. അപ്പോൾ അവർ നിർബന്ധിത സാഹചര്യത്തിൽ അവർക്കതെല്ലാം മാർഗം. അതിന് ഒരു കുറ്റം പറയണ്ട. പലരും PV അൻവർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. 2-3 വർഷം മുമ്പ് സാധാരണ സ്വർണ്ണപ്പണിക്കാരനായിരുന്ന ഉണ്ണി ഇപ്പോഴൊരു കോടീശ്വരനായി മാറിയത് എങ്ങനെ, മണിമാളിക പണിതത് എങ്ങനെ എന്നതടക്കമുള്ള നേരത്തെ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് PV അൻവർ.